ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ചട്ട എങ്ങനെയാണ് ഈസി ആയിട്ട് നമ്മുടെ അമ്മച്ചിമാർക്ക് ചട്ട എങ്ങനെയാണ് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പം ചട്ട ഇടുന്നവർ വളരെ കുറവാണ്, എല്ലാവരും ചുരിദാറാക്കി. അപ്പം തന്നെ ചട്ടയുടെ തൈലും കുറഞ്ഞു, ചട്ട തയ്ക്കാൻ അറിയുന്നവരും കുറവാണ്. അപ്പോൾ ഈ പണ്ടത്തെ അമ്മച്ചിമാരെല്ലാം ചട്ട തയ്ക്കാൻ തരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നവർക്ക് കഴുത്ത് തയ്ക്കാൻ അറിയാവോ, അതായത് തയ്ക്കാൻ കൊടുക്കുമ്പോൾ തന്നെ അവരേക്കും ചട്ട തയ്ക്കാൻ അറിയാവോ, കഴുത്ത് നല്ല ഭംഗിയായിട്ട് വരണേ എന്നൊക്കെ പറയും. അപ്പോൾ അവരെപ്പോഴും ശ്രദ്ധിക്കുന്നത് കഴുത്ത് അകന്നു പോകാതെ അവരുടെ പാങ്ങിന്, അതായത് അവരുടെ കണക്കിന് ആ കഴുത്ത് തയ്ച്ചു കിട്ടുമെന്നാണ് അവർ ശ്രദ്ധിക്കുന്നത്. നമ്മൾ ഇപ്പോഴത്തെ കഴുത്ത് നമ്മൾ ഷേപ്പ് കൊടുത്തൊക്കെ കട്ട് ചെയ്യും, പക്ഷെ അങ്ങനെയൊന്നും ചട്ടയ്ക്ക് ചെയ്യാൻ പാടില്ല. ചട്ട നല്ല കറക്റ്റായിട്ട് അതിന് കൃത്യമായ അളവുകളെല്ലാം രേഖപ്പെടുത്തി നമ്മൾ കട്ട് ചെയ്ത് തയ്ച്ചാൽ മാത്രമാണ് അതിൻ്റെ കഴുത്തെല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുക. ഇന്ന് ചട്ട ഇടുന്നവർ കുറവാണ്, എങ്കിലും ഉള്ള അമ്മച്ചിമാർക്ക് ചട്ട തയ്ക്കണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. അപ്പം കൃത്യമായിട്ട് നിങ്ങൾക്ക് അളവുകൾ രേഖപ്പെടുത്തി നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും. ശരിക്കും നമ്മൾ ചട്ടയ്ക്കും പെറ്റിക്കോട്ടിനൊന്നും ഷോൾഡർ കട്ട് ചെയ്തിട്ടല്ല തയ്ക്കേണ്ടത്. ഷോൾഡർ കട്ട് ചെയ്യാതെ കറക്റ്റായിട്ട് നമ്മൾ തയ്ക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പോൾ എല്ലാം എളുപ്പ പരിപാടിയാണ്. അതായത് ഷോൾഡർ കട്ട് ചെയ്ത് ചട്ടയുടെ കഴുത്തിന് പോലും വേറെ സെപ്പറേറ്റ് തുണി വെച്ച് തയ്ച്ചിട്ടൊക്കെയാണ് ചട്ട യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയല്ല, ശരിക്കും ചട്ട എന്നത് നമ്മുടെ അമ്മച്ചിമാരുടെ പണ്ടത്തെ നല്ലൊരു ഡ്രസ്സാണ്, നല്ല ഭംഗിയുള്ള ഒരു പ്രൗഢി വിളിച്ചോതുന്ന ഒരു ഡ്രസ്സാണ്. അപ്പോൾ ആ ഡ്രസ്സ് അതിൻ്റെതായൊരു കണക്കിനും കഴുത്തിനും അതായത് കൃത്യമായിട്ടൊരു ചട്ട തയ്ക്കുന്നതിനൊരു രീതിയുണ്ട്. ആ രീതിയിലാണ് തയ്ക്കേണ്ടത്. അപ്പോൾ ആ രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ ചട്ട എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് തയ്ക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചട്ട തയ്ക്കുന്നതിൻ്റെ വിവിധ അളവുകൾ, അതെങ്ങനെയാണ് കൃത്യമായിട്ട് അളന്നെടുക്കുന്നതെന്നും അതുപോലെ എങ്ങനെയാണ് കഴുത്ത് തയ്ക്കുന്നതെന്നും ചട്ട ശരിക്കും അതിൻ്റെ കൃത്യമായ അളവുകൾ രേഖപ്പെടുത്തി അത് കട്ട് ചെയ്ത് അതുപോലെ അത് കഴുത്ത് രണ്ട് മടക്കി ഇത്ര സ്റ്റിച്ച് കൊടുക്കണമെന്നുണ്ട്. അതായത് പുറകിലും മുന്നിലും ഓരോ കണക്കുണ്ട്, സ്റ്റിച്ച് കൊടുക്കുന്നതിന് ഓരോ കണക്കുണ്ട്. അപ്പം ഇതിൻ്റെ ഷോൾഡർ ഒന്നും കട്ട് ചെയ്യില്ല. ഷോൾഡർ കട്ട് ചെയ്യാതെയാണ് ശരിക്കും ചട്ട കട്ട് ചെയ്യേണ്ടത്. ഇപ്പം പെറ്റിക്കോട്ടിനൊക്കെ നമ്മൾ ഷോൾഡർ കട്ട് ചെയ്ത് അടിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങൾ ആ വീഡിയോ ചാനലിൽ കയറി കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചട്ട എങ്ങനെയാണ് തയ്ക്കുന്നത് എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക് യു.